അസ്സലാമലൈക്കും. നമസ്കാരം. വലൈക്കും അസ്സലാം. എന്താ പറയുക പരിപാടി? ഇവിടെ സിനിമയിലേക്കുള്ള ഇന്റർവ്യൂ ആണ്. സിനിമക്കുള്ള ഇന്റർവ്യൂ ആണ്. ഇതിന്റെ ആരാ? ഞാൻ ഡയറക്ടറാണ്. മറ്റാൾ വന്നിട്ടില്ല. ആര്? സംവിധായകൻ. സംവിധായകനും ഡയറക്ടറൊക്കെ ഒരാളാണ്. രണ്ടു ഇജാണ്. എത്താ ഇങ്ങനെ കുപ്പായം കുമ്പളങ്ങ പറ്റന്റെ അരി. ഇതൊരു മോഡലാണ്. അല്ല ഇക്ക എന്താണ് അഭിനയിക്കാൻ ഈ താടിയൊക്കെ വെച്ചിട്ട് എന്താ അഭിനയിക്കാന്? താടി നിറയത് പാഷൻ അല്ല മോനെ. എന്ത് പാഷൻ? 10 ചെക്കന്മാര് താടി ചേർക്കണ കണ്ടിട്ടില്ല? എങ്ങനെ? അതാ എമ്മാതിരി താടിയാണ്. ചില താടി ഉണ്ടോ മനജ് ഈ മൈസൂരിലിടുമ്പോ മുന്തിരിങ്ങി ഇരിക്കണ ഇവിടെ ഒരു സാധനം. ഇത് മോഡല് ബുൾഗാനല്ലേ? വേറെ ഒന്നുണ്ട് പിന്നെ ഡെത്ത് കട്ട്. എന്ത് ഡെത്ത് കട്ട്? ഇങ്ങനെ പരമാതിരി ഇങ്ങനെ മരിച്ചാ കെട്ടൂലേ? പിന്നെ അതൊക്കെ പോട്ടെ, വേറൊരു സാധനം ഉണ്ട്. എന്താ? അയലുമ്പ സെഡി ഉണക്കാട്ടമാതിരി ഇവിടെ ഒരു സാധനം. ശരി, അതൊക്കെ മോഡലാണ്. ആ ശരി, ചെറുപ്പക്കാർക്ക് മോഡലാവാണെങ്കിൽ നമുക്കും മോഡലാവാം. ഇതെന്ത് മോഡലാണ്? അത് മോഡലാണ്. ഇതാണ് പിന്നെ ഫുൾ ഗാൻ. കണ്ട മുയിമുണ്ട് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഉണ്ട്. ഈ താടിയൊക്കെ വെച്ചിട്ട് എന്താ കലാപരമായിട്ട് വല്ല കഴിവുണ്ടോ? കലാപം നമ്മളുണ്ടാക്കില്ല, നമ്മളതിനെതിരാണ്. കലാപല്ല, കലാപരമായിട്ട് വല്ല കഴിവുണ്ടോന്ന്? ഉണ്ടല്ലോ. മിമിക്രി, പാട്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. നമ്മൾ പഴയ മിമിക്രിക്കാരനല്ലേ? മിമിക്രിക്കാരനാണ്. പഴയ മിമിക്രിക്കാരനെ. നമ്മള് മിമിക്രിയിൽ എന്താ ഇക്ക ചെയ്യാ? മിമിക്രിയിൽ പറഞ്ഞാൽ നമ്മളെ ഒരു ഹെലികോപ്റ്റർ തൂങ്ങുന്ന ഒരു പഹയുണ്ടല്ലോ, ദത്തോന്റെ പേര് ജയൻ. ഓന്റെ സൗണ്ടും ആക്ഷനും ഒക്കെ നമ്മൾ എടുക്കും. പിന്നെ ഒന്ന് ചെയ്ത് കാണിക്കും. മ്യൂസിക് കിട്ടുമ്പോൾ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് ഇവിടെ ഒരു മനുഷ്യനായിട്ട് പോയിട്ടുള്ളൂ. അതിനോട് പിന്നെ അറിയാ ഇക്ക മ്യൂസിക് കിട്ടല്ലേ? ഹൈക്കോടതിന്റെ ആവട്ടത് പണ്ടാറടങ്ങാനായിട്ട് ഞാൻ മ്യൂസിക് ഇടുമ്പോ ഞാൻ അങ്ങനെ മ്യൂസിക് കഴിഞ്ഞാടാ അങ്ങനെയാ കുട്ടാ ഇതാക്കല്ല. അതിന്റെ കണ്ണി ഞാൻ അടിച്ചു പൊടിച്ചാളൂ. എന്താ ഹെലികോപ്റ്റർ തൂങ്ങണ ഒരാളോട് ഇടക്കട്ട മേത്തിക്ക് കുറച്ച് സമയം എടുക്കും. മ്യൂസിക് വണ്ടി ചെയ്തത് പണ്ടാറടങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ റെഡി ആയി കഴിഞ്ഞോട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ അങ്ങനെയാക്കും. അപ്പച്ചി മ്യൂസിക് കിട്ടാ മതി. മനസ്സിലായോ? അതിന്റെ പിന്നെ തൊള്ളറന്നാണ്ടല്ല ഈ സംവിധായകനെ ഞാൻ നോക്കൂല. ശരി. ഇട്ടൂട് പന്നി ആയിക്കണ്. ഇക്ക ആക്ഷനൊക്കെ അടിപൊളിയാണ്. ഡയലോഗ് പറഞ്ഞേ. അച്ചാറ് നിന്ന് ഡയലോഗ് വരത്തക്ക പൂർത്തിയാവുള്ളത് രണ്ടും നടക്കൂല മോനെ. ഒന്നുക ആക്ഷൻ അല്ലേ ഡയലോഗ്. ഇപ്പൊ തന്നെ ചത്തുപോയിരുന്നു മനസ്സിലാക്ക്. ഞാനൊരു ഡയലോഗ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഇക്ക അതുപോലെ അഭിനയിക്കണം. അപ്പൊ ചാൻസ് ഉറപ്പാണ്. ആയിക്കോട്ടെ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടമേതയും കൂട്ടിക്കൊളിച്ച് 4 നേരം മൃഷാനം വെട്ടി വിഴുങ്ങി ഏമ്പൊക്കം വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന തന്നെ പോലെ പരമ നാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരത്ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. എന്നോട് ഇത്ര നേരമായിട്ട് നമ്മൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്താണ്? വയസ്സായാളെ മൂത്ത് നോക്കിയിട്ട് കണ്ണു പൊട്ടുന്ന തെറി പറയാ. തെറിയോ? ഇക്കത് സുരേഷ് ഗോപിയുടെ ഡയലോഗാണ്. ഇക്കതുപോലെ പറയണം. തിരിച്ചു പറയണോ? അഭിനയിക്കണം. അഭിനയിക്കണം. ചാൻസ് ഉണ്ടാവുള്ളൂ. ശരി. അല്ല ഇജ്ജ് പറഞ്ഞ അതേമാതിരി തന്നെ പറയണോ? ഇജ്ജ് ഫസ്റ്റ് എന്താ പറഞ്ഞ്? പുല്ല് അല്ല, ഫസ്റ്റ് എന്താ? മോഹൻ തോമസ്. മോഹൻ തോമസ്. അതുപോലെ ജബ്ബാർ സുക്കൂറൊക്കെ മതിയോ? ജബ്ബാർ സുക്കൂറൊന്നും പറ്റില്ല. മോഹൻ തോമസ്. മോഹൻ തോമസ് തന്നെ. കണ്ണൂരിട്ടല്ലേ ഭയ. അത് അങ്ങനെ തന്നെ പറഞ്ഞൊക്കെ ഉണ്ടാവട്ടെ അതില്. എന്താണ്ട് വിചാരിച്ചേ? അടിച്ചാന്റെ കണ്ണിയാൻ പഠിച്ചോളൂ. ഇങ്ങോട്ട് മാറിക്കണം മോഹൻ തോമസ്. ഇങ്ങോട്ട് മാറിക്കണം. എന്റെ ഉച്ചിഷ്ടം വേദ്യോ എന്താണ്ട് പോക്കനെ പറ്റി വിചാരിച്ചേ? എന്താണ് അത്? എങ്ങനെയുണ്ട്? അഭിനയിച്ചല്ലോ അവനെ? അഭിനയിച്ചാണ്. ഞാൻ പേടിച്ചോ. അടിപൊളി. ഇക്കാക്ക് ഞാനൊരു സിറ്റുവേഷൻ തരാം. എന്നാലും ഞാൻ പോയിക്കോളാം. എന്ത് കായല്ലേ? പൈസ അല്ലക്ക. അഭിനയിക്കാൻ ഒരു അവസരം കൂടി, ഒരു സീന്, ഒരു വളരെ രസകരമായിട്ടുള്ള സീനാണ് നിങ്ങളെ പഠിത്തത്തിൽ. അതെ, അഭിനയത്തിന്റെ മൂർധന്യങ്ങൾ പുറത്തേക്ക് ചാടിക്കാനുള്ള അങ്ങനെ അവസരം. അതിനൊരു അവസരമാണ്. ഇക്കാക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്. ആയിക്കോട്ടെ. സിനിമയിലാ? സിനിമയിൽ. ആയിക്കോട്ടെ. അപ്പൊ ഈ കുട്ടി പഠിക്കുന്ന വിഷയത്തിൽ എന്തോ തോറ്റിട്ട് ദുഃഖിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഉമ്മർത്ത്. അപ്പൊ ഇക്ക വന്നിട്ട് ചോദിക്കാണ്, മോളെ നീ എന്താണ് കുണ്ഠിതപ്പെട്ടിരിക്കുന്നത്? എന്താണ്? സിമ്പിൾ ചോദ്യം. മോള് വിഷമത്തോടെ ഇരിക്കണേ. മോളോട് ചോദിക്കാണ്, മോളെ നീ എന്താണ് കുണ്ഠിതപ്പെട്ടിരിക്കുന്നത്? എന്താ വലിയൊരു ഡയറക്ടർ കണ്ട ബട വെള്ള എന്നിട്ട് അവന്റെ തൊള്ളേന്ന് പറഞ്ഞ വർത്താന
ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല മോനെ. നമുക്ക് നമ്മളെ അമ്മാതിരി കൾച്ചറുള്ള ആൾക്കാരെ നമ്മള് ഇതൊന്നും നമ്മള് ഈ പറയും. സിമ്പിൾ ഒരു ചോദ്യം ഒരു എനിക്ക് സിമ്പിളോ ഞമ്മക്ക് സിമ്പിൾ അല്ലടോ. എന്താ അമ്മാതിരി വർത്താനം പറയില്ലേടോ സിനിമയിലായാലും. എങ്ങനെയുള്ള വർത്താനോ ഇപ്പൊ എന്താ പറഞ്ഞത്? അത് ഞാൻ പറയില്ല. എനിക്ക് കേൾക്കുമ്പോ തന്നെ എന്താ അരിച്ചു കയറിഞ്ഞു വിടുന്നു. എന്തരിച്ച് വേറെ മാറ്റിക്കള വേറെ എന്തെങ്കിലും പറയിച്ച് അത് നടക്കൂലേ. അതല്ലേക്ക് അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ചാൻസ് തരുള്ളൂ. ഉറപ്പാണ് ഉണ്ടാറടങ്ങാനായിട്ട് ഒരു കാര്യം ചെയ്യാം. അല്ലാണ്ട് ചാൻസ് ഇല്ല. അല്ല ചാൻസ് ഇല്ല. ഓക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ അതേമാതിരി. ശരിയാണ് നോക്കണേ. ഓക്കെ മോളെ അടിപൊളി. ഇജെന്താ പെട്ടിരിക്കണത്? ഇക്ക എന്താണ് കാണിക്കുന്നത്? ഇജ്ജ് പറഞ്ഞു തന്നെയല്ലേ. അതൊന്നും വേണ്ട, അതൊക്കെ മായിച്ചോളൂ. ഇക്കാന്റെ ബുദ്ധി അളക്കാനേ ഇജ്ജ് കൊണ്ടുവന്നാ എന്ത് അളക്കണ സാധനം അല്ല ബുദ്ധി ഉണ്ടോന്നറിയണല്ലോ സിനിമയിലെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ. ഇക്കാന്റെ ബുദ്ധി അളക്കാൻ വേണ്ടിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദിച്ചോളി. ഇക്ക ഈ പ്രസവിക്കാത്തതും മുട്ടയിടാത്തതുമായ ഒരു ജീവിയുടെ പേര് ആർക്കറിയാത്തവനെ നമ്മൾ 6ാമത്തെ കെട്ടിയോള് 12 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ല മുട്ടിട്ടില്ല. ഞമ്മക്ക് അതിന്റെ അഹങ്കാരം ഇല്ല. ആകാശത്തിലൂടെ പറക്കും പ്രസവിക്കാൻ ഭൂമിയിൽ വരും. അല്ല ഇജ്ജ് സിനിമ സംവിധാനം ചെയ്യാതെ പ്രസവം എടുക്കാൻ വന്നതാ? ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പോൾ ഇതൊരു മാറ്റർ ആണ്. ആയിക്കോട്ടെ. കറക്റ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും റെഡി ആയാലും നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ആകാശത്തിലൂടെ പറക്കും പ്രസവിക്കാൻ ഭൂമിയിൽ വരും. എയറോസ്റ്റസ് വിമാനത്തിലെ പെണ്ണുങ്ങള് ഒരാകാശത്തിലൂടെ പറക്കും പ്രസവിക്കണമെങ്കിൽ ഭൂമിയിൽ വരണം. അവിടെ നടക്കൂല. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന 2 നദികളാണ് സിന്ധുവും കാവേരിയും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന 2 നദിയുടെ പേര് പറയുക. ബിയാത്തു ഖദീജ. പാകിസ്ഥാനിൽ പോയിനാ അവിടെ 2 നദി അങ്ങനെ വീണ്ടും. നിങ്ങൾ എന്തൊക്കെയാണ് ഇക്കൊക്കെ പാട്ട് പാടാനുള്ള കഴിവ്? പാട്ട് പാടാനുള്ള കഴിവുണ്ടോ മോനെ? ഇജ്ജ് കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് അവിടെ പാട്ട് പഠിപ്പിക്കണ പോക്കരറിഞ്ഞ ചെറിയ കുട്ടികൾ വരെ നമ്മളെ വീട് കാണിച്ചു തരും. നമ്മൾ സ്വന്തമായിട്ട് പാട്ട് സ്വന്തമായിട്ട് ഗാനമേളൊക്കെ നടത്തുന്ന ഒരാളല്ലേ, ഫേമസ് ആളാണ്. സ്വന്തമായിട്ട് എങ്ങനെ പാട്ട് കേട്ട വേണേ നമ്മൾ എഴുതിയ പാട്ട് മുട്ടുന്ന ആൾക്കാരൊക്കെ മ്യൂസിക് ഞങ്ങൾ കൂടി മുട്ടിക്കോടി. കാപ്പ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ. അടിപൊളി. ഒരു മുസ്ലിം സാഹചര്യത്തിന് പറ്റിയ പാട്ടാണ്. ഇതൊരു ഹിന്ദു സാഹചര്യത്തിലാണ് ആ കഥ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പാട്ട്? പിടിച്ചോളി. ശബരിമല കണ്ട പൂങ്കാറ്റെ അരവണ നീ കൊണ്ടുവന്നാട്ടെ അരവണ കാറ്റുന്ന ചെമ്പിന്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ. എങ്ങനെയുണ്ട്? വേറെ പാട്ട് വേറെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ആർക്കാണ് പാട്ട് എഴുതി? അതായത് നമ്മൾ പാട്ട് എഴുതി കൊടുത്തതിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പാട്ട് എഴുതി കൊടുത്തിരുന്ന ആളുണ്ട്. നമ്മളെ നാടൻ പാട്ടുകാരൻ നമ്മളെ മണിച്ചേട്ടൻ, നമ്മളെ പിന്നെ ഇഷ്ടം പോലെ പാട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൂപ്പർക്ക് എഴുതി കൊടുത്തൊരു പാട്ട് നമ്മൾ വേണമെങ്കിൽ കേട്ടോളി, നമ്മൾ പാടിത്തരാം. ഓടണ്ട ഓടണ്ട ഓടിത്താളേണ്ട ഓമന പൂമുഖം പാടിയിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്ത് ഉമ്മ നൽക. ഓടണ്ട ഓടണ്ട ഓടിത്താളേണ്ട ഓമന പൂമുഖം പാടിയിടേണ്ട. തകർത്ത് അടിപൊളിയല്ലേ? അടിപൊളി. സംഗതി പോയി. അയച്ച് കേട്ട മോനെ വയസ്സായാലല്ല അറിയാണ്ട് തുള്ളി കളിച്ചപ്പോ പോയതാണ്. അല്ല ഇച്ച് കൊറേ നേരമല്ലേ നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. എന്നോട് നമ്മള് ഒറ്റ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. എന്നോട് ഒരു ഡയറക്ടർ, വലിയ ഡയറക്ടറാണ്, 499 സിനിമ പൂജ ചെയ്ത എന്നോട് ചോദിക്കാം. സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, പൂജ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ എന്നോട് നമ്മൾ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇതിന് ഈ അധികം ഉത്തരമൊന്നും പറയണ്ട. ഒന്നൊക്കെ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. അതായത് അനക്ക് പിരാന്താണെന്ന് എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയുമോ? യെസ് ഓർ നോ? അനക്ക് പിരാന്താണെന്ന് എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയുമോ? യെസ് ഓർ നോ? എന്താണ്? അപ്പൊ മൊത്തത്തിൽ പിരാന്തായി. അല്ല ഇങ്ങോട്ട് പാടാ കുമ്പളങ്ങ പറ്റ വിടുവാ. ഇതാ ഞാൻ പറഞ്ഞത്, തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, ഇങ്ങനെ നടത്താൻ സിനിമയിൽ അഭിനയിക്കണ്ട. ഞാനത് നമ്മളൊക്കെ ഒരു നാച്ചുറൽ ആക്ടിങ് ആണല്ലോ, നമ്മളെ പറ്റിയല്ല. എനിക്ക് ശരിക്കും നാച്ചുറൽ ആക്ടിങ്ങിനെ പറ്റിയ വേറൊരു കാര്യമാണ്. എന്താണ്? പൊളിറ്റിക്സ്. ഏത്?
രാഷ്ട്രീയം രാഷ്ട്രീയം. ചിരിക്കണങ്ങള് അല്ല, ഒരു രാഷ്ട്രീയക്കാരനെ കണ്ട് ചിരിച്ചു പോയതാ. രാഷ്ട്രീയക്കാരന്റെ കോല കണ്ടിട്ട് ചിരിച്ചതാ. അമ്മ ഇവിടെയുള്ള ബാക്കി രാഷ്ട്രീയക്കാരൊക്കെ അരവിന്ദസ്വാമിന്റെ അതുകൊണ്ടല്ല. ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങളൊക്കെ വേണം. ഈ മാനുള്ളവർക്കല്ലേ ദണ്ഡന്റെ കാര്യമുള്ളൂ. രാഷ്ട്രീയക്കാരനെ വലിയ പണിയൊന്നുമില്ല. ഒരു ഡോഗ് ഷോ അങ്ങോട്ട് പോയി പങ്കെടുത്താൽ. എന്ത് ഷോ? ഡോഗ് ഷോ ഇല്ലേ, ഡോഗ് ഷോ. രണ്ടാൾ അപ്പുറത്തും ഇപ്പുറത്തും വർത്താൻ പറഞ്ഞ നടുവിൽ മീഡിയേറ്റർ ആയിട്ട് കാറ്റ് കളിക്കണം. ടോക്ക് ഷോ പാതാളത്തിൽ എങ്ങനെയാ പറയാ? ഇവിടെ ഞങ്ങൾ ഡോഗ് ഷോ എന്നാ പറയാ. നമ്മളീ കൊരയും കടിയും പറയൊക്കെ പാടാ. അങ്ങനെ വരുമ്പോ ഡോഗ് ഷോ എന്നാ പറയാ. എടോ, ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതിനുള്ള കഷ്ടപ്പാടുകളും ത്യാഗവും ഒക്കെ സഹിക്കണം. അല്ല, വെറുതെ രാഷ്ട്രീയ നേതാവാൻ പറ്റുമോ? കോളി മാവി, നിങ്ങൾ എന്തൊക്കെയാ പറയണത്? ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഒരു ഡോഗ് ഷോയ്ക്ക് 2 വർത്തമാനം പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നേതാവായി. അതെങ്ങനെ ഡോഗ് ഷോയ്ക്ക് 2 വർത്താനം പറഞ്ഞ നേതാവുന്നത്? അത് ഡോഗ് ഷോ എന്താ നിങ്ങൾക്ക് അറിയിട്ടാ? എനിക്കറിയില്ല എന്താണ് ഡോഗ് ഷോ. അറിയില്ലോ? ഇല്ല. ആദ്യം അത് കാണാം. TV ചാനലുകളിൽ എന്ത് കോപ്രായം കാണിച്ചാലും സഹനശക്തിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും കലാകാരന്മാരും ഒക്കെ എന്റെ ഈ ടോക്ക് ഷോയിലൂടെ പല വെടികളും പൊട്ടിച്ചിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ ആർക്കോ വേണ്ടി നടത്തുന്ന ഈ ഷോയിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ ചില കുട്ടി നേതാക്കന്മാരാണ്. അതിൽ ആദ്യത്തെ വ്യക്തിയെ സ്വാഗതം ചെയ്യാം. കേരളത്തിലെ ഒരു ലോക്കൽ നേതാവും മണ്ടയില്ലാത്ത അണികളുള്ള ഒരു പാർട്ടിയിലെ മണ്ഡലം പ്രസിഡന്റുമായ സുശീലൻ ചേർത്തല. അടുത്ത നേതാവിനെ സ്വാഗതം ചെയ്യാം. കേരളത്തിൽ അഴിമതി കാണിക്കുന്ന എല്ലാവർക്കും ഇനി മുതൽ അഴിമതി എന്ന് പരസ്യമായി പ്രസ്താവിച്ച ഏതോ ഒരു പാർട്ടിയിലെ ശക്തനായ നേതാവ് അഹമ്മദ് കുട്ടി പിലാക്കണ്ടി. അടിപിടി കൂടാനും അഴിമതി കാട്ടാനും നേതാവായിരിക്കുന്ന ഒരുത്തനെ വീടൂല ഞാൻ. സമ്മതിക്കൂലിനി നമ്മള് അല്ലേ ഞമ്മളെ കൂടെ കൂട്ട് ഇല്ലേ ഞമ്മള് വകവയ്ക്കൂല. ഇനി നമുക്ക് ക്ഷണിക്കാം. പെണ്ണൊരുമ്പെട്ടാൽ എന്തും നടക്കുമെന്ന വാക്കിനെ അന്വർത്ഥമാക്കി എന്തിനോ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ വനിതയും യുവ നേതാവുമായ ജിജിമോൾ പാറമട. ഇന്നത്തെ ഈ എപ്പിസോഡിലെ അവസാനത്തെ നേതാവിനെ സ്വാഗതം ചെയ്യാം. തികഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനും അനീതിക്കെതിരെ ഒറ്റയാൾ പട്ടാളമായി പ്രതികരിക്കുന്ന വ്യക്തിയും സർവോപരി സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയായ ശ്രീമാൻ RKG. അപ്പോൾ എല്ലാരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. അല്ല മോനെ, ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുമ്പോ സാധാരണ ഇരിക്കാൻ കസേര കൊണ്ട് തരുന്നതല്ലേ? ഇതിപ്പോ ഇവിടെ കസേരയൊന്നും കാണുന്നില്ലല്ലോ. അതോ, ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കസേര കൊടുക്കും. പക്ഷെ ഈ രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കസേര കൊടുക്കാറില്ല. അതെന്താ? ഞങ്ങൾക്ക് പിന്നെ ആ കസേര തിരിച്ചു കിട്ടില്ല. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കരുത്. കൊള്ളാം, തുടക്കം തന്നെ ഗംഭീരം. ഒരു പുതുമയുണ്ട്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യ ചോദ്യം സുശീലിനോടാണ്. ഈ ഷോയെ കുറിച്ച് സുശീലിന് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഈ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത ആളല്ലേ. തന്നെയുമല്ല, പാപികളായ നമുക്ക് വേണ്ടി കുരിശുമരണം വരെ വരിച്ച മഹാനല്ലേ അദ്ദേഹം. ആര്? ഈശോ. അല്ല, ഈശോ മിശിഹായെ കുറിച്ചല്ലേ നിങ്ങൾ ചോദിച്ചത്? അയ്യോ, അതല്ല. ഈ ഷോയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചത്. ഈ ഷോയെ കുറിച്ചാണ് ചോദിച്ചത്. ഈ ഷോ വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ ഷോയ്ക്കകത്ത സാറിന്റെ ഷോ എന്റെ പൊന്നിയങ്ങാതിയെ പെറ്റ തള്ള പോലും സഹിക്കൂല കേട്ടോ. താങ്ക് യു. ഓ, കളിയാക്കിയാലും മനസ്സിലാവില്ലാത്തൊരു മനുഷ്യൻ. നമസ്കാരം അഹമ്മദ് കുട്ടി. താങ്കളുടെ പേരിൽ ഒരു കുട്ടിയുണ്ടല്ലോ. നമ്മുടെ പേരിൽ മാത്രല്ല കുട്ടി, നമ്മുടെ വീട്ടിലുണ്ട് 12 കുട്ടികള്. അതിൽ 5 എണ്ണം നമ്മുടെ ഷേപ്പും 5 എണ്ണം നമ്മുടെ ബീബിന്റെ ഷേപ്പുമാണ്. അപ്പൊ ബാക്കിയുള്ള 2 കുട്ടികളോ? ആ 2 കുട്ടികളുടെ കാര്യത്തിലെ ഒരു ചർച്ച നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതുവരെ തീരുമാനമായിട്ടില്ല. അയ്യോ, അതന്നെ എല്ലാ കുട്ടികളും ഇക്കായപ്പല്ലേ ഇരിക്കാത്തെ?
എല്ലാ കുട്ടിയോടും ഞമ്മടെ പോലെ ഇരിക്കാൻ ഞമ്മടെ ബീവി എന്താ ഫോട്ടോസ്റ്റാറ്റ് മിഷീനാ? ജിജിമോൾ, താങ്കൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? അത് പിന്നെ കൊച്ചിലേ തൊട്ടേ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നേ. ഒരു ദിവസം ഒരു നേരമെങ്കിലും അയൽവക്കക്കാരോട് പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അവരൊന്ന് പ്രസവിച്ചാൽ ഞാൻ 10 പ്രസവിക്കും. എന്നാന്ന് പ്രസംഗിക്കുമെന്ന്. ജിജിമോൾ, എവിടെയാണ് ജിജിമോളുടെ വീട്? എന്റെ വീടെന്ന് പറയുമ്പോ 1 ഏക്കർ നിറച്ചു വീടാ. 1 ഏക്കർ നിറച്ചും വീടും. അപ്പോൾ അത്രയ്ക്കും വലിയ വീടാണോ ജിജിമോളുടേത്? മനസ്സിലായില്ലേ? ലക്ഷം വീട് കോളനി. എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ചേട്ടന് ഹൈറേഞ്ചിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾക്കൊരു ജീപ്പുണ്ട്. ആ ജീപ്പിനകത്തോട്ട് കയറി ഞങ്ങളുടെ പറമ്പിലൂടെ അങ്ങ് വണ്ടി ഓടിച്ച ഉച്ചയായാലും ആ സ്ഥലത്തിന്റെ 1/4 ഭാഗം പോലും എത്തത്തില്ല. അറിയാവോ? അതുപോലത്തെ സ്പീഡും മൈലേജും ഇല്ലാത്തൊരു ജീപ്പ് എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജിജിമോൾ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു, അതാണ്. അത് പറയും. അങ്ങനെ എന്റെ അധിക പ്രസംഗം കേട്ട് നാട്ടുകാരായ പല ആൾക്കാരും എന്നോട് പറഞ്ഞു, നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുണ്ട്, ഒരു നേതാവാകാനുള്ള എല്ലാ സർഗശേഷിയും നിനക്കുണ്ടെന്ന്. ഇതറിഞ്ഞ പല നേതാക്കന്മാരും എന്നെ വന്ന് പുഷ് ചെയ്താണ് ഒടുവിൽ ഞാൻ ഈ സ്ഥാനത്തങ്ങ് എത്തിപ്പെട്ടത്. പെട്ടത് നീയല്ലല്ലോ, നാട്ടുകാരല്ലേ? കളവ, പണ്ടത്തെ പ്രസംഗം ഞാൻ മറന്നിട്ടില്ല. എന്നെ കൊണ്ട് വെറുതെ പ്രസംഗിപ്പിക്കണോ? അയ്യോ വേണ്ടേ മോനെ, എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ആദ്യം നീ എന്റെ അടുത്ത് ചോദിക്കും. കാരണം ഞാനൊരു കറ തീർന്ന ഗാന്ധിയനാ. കറവ തീരാൻ ഇയാളാരാ? കറവ പശുവോ? മോനെ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്തേട്ടാ? പശു നിന്റെ അച്ഛൻ. അയ്യോ, ഇങ്ങനത്തെ നോൺ പാർലമെന്ററി വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതിന് നീ പാർലമെന്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ മിണ്ടണ്ട. അതൊക്കെ പോട്ടെ. സുശീല, താങ്കൾ വിവാഹിതനാണോ? അതെ, ഞാൻ 2 കല്യാണം കഴിച്ചു. 2 കല്യാണമോ? അതെ, ആദ്യ ഭാര്യ കച്ചറയായിരുന്നു. കച്ചറയാ? അല്ല, ഈ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ലെക്ചറർ. അത് തന്നെ. അവളെ ദൈവം വിളിച്ചു, അവൾ പോയി. അപ്പോൾ രണ്ടാമത്തെ ഭാര്യയോ? എന്റെ ഡ്രൈവർ വിളിച്ചു, അവളും പോയി. അല്ല, ഈ ഭാര്യ ഓടിപ്പോയിട്ട് നിങ്ങള് അന്വേഷിച്ചില്ലേ? കത്രീനെ കൊടുങ്ങിട്ട് തിരിച്ചു വരാൻ ആരെങ്കിലും ആഗ്രഹിക്കൂ എന്റെ ഇക്ക? അയ്യോ, അത് കറക്റ്റാ. എടോ, നിങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോഴല്ലേ ഒരു കർഷകനും കുടുംബവും 3 വെണ്ടക്കയും 1 തക്കാളി നിന്ന് ആത്മഹത്യ ചെയ്തത്? വെണ്ടക്കയും തക്കാളി നിന്നാൽ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റും? പറയൂ. എന്റെ സാറെ, വിഷം മേടിക്കാനൊക്കെ ആണെങ്കിൽ ഒരുപാട് കാശ് വേണം. പച്ചക്കറി ആവുമ്പോ കുറച്ച് കാശും മതി. ആവശ്യത്തിലേറെ വിഷവും അതിനകത്തുണ്ടാവും. ഇതൊന്നും ഞമ്മളോട് പറയണ്ട. പച്ചക്കറി ഉണ്ടാക്കുന്നതും അതിങ്ങോട്ട് കയറ്റിവിടുന്നതും ഞമ്മളല്ല, തമിഴ്നാട്ടുകാരാണ്. പച്ചക്കറിയെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി പറയണോ? നിങ്ങൾ അങ്ങനെ തമിഴ്നാടിനെ കുറ്റം പറയാനും വേണ്ട. ഈ കേരളത്തിലേക്ക് വേണ്ട അരിയും പച്ചക്കറിയും ഫ്രൂട്ട്സും എന്തിനധികം പറയുന്നു, ഇങ്ങോട്ട് വേണ്ട പൂക്കൾ വരെ കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുപോകുന്നത് കേരളത്തിലെ മുല്ലപ്പെരിയാറിന്നാ. ഇപ്പൊ പോലീസ് പിടിക്കുമ്പോ ചാവാൻ വേണ്ടിയുണ്ടല്ലോ വലിയ വലിയ തീവ്രവാദികളൊക്കെ കഴുത്തേൽ സൈനൈഡ് അല്ല കെട്ടിത്തൂക്കിട്ട് നടക്കണേ. കോവയ്ക്കോ? അതെന്തിനാ അവർക്ക് സൈനൈഡ് പകരം കോവയ്ക്ക? സൈനൈഡ് ആവുമ്പോ 5 സെക്കൻഡ് എടുക്കും ചാവാൻ. കോവയ്ക്ക ആവുമ്പോ അത് 2 സെക്കൻഡ് മതി. അത്രയ്ക്ക് വിഷമല്ലേ? ഓ, അങ്ങനെ. മോനെ, ഞാൻ ഇവരെ പോലെ ഒന്നും അല്ല. നാടിന് നല്ല കാര്യം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു തികഞ്ഞ ഗാന്ധിയനാ. ഞങ്ങളുടെ നാട്ടിൽ 4 വരി പാത വരുത്തിച്ചത് ഞാനാ. 4 പേരുടെ വായിന്ന് പത വരുത്താൻ ഇയാളാരാ? പേപ്പട്ടിയോ? മോനെ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്താ ഏട്ടാ? പേപ്പട്ടി നിന്റെ അച്ഛൻ. അപ്പൊ അങ്ങനെ എന്റെ അച്ഛൻ ഇനി എന്റെ അച്ഛനെ വിളിച്ചാണല്ലോ. നിന്റെ അച്ഛനല്ലടോ, എന്റെ അച്ഛൻ. സ്വന്തമായി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നവനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അങ്ങനെ എന്റെ അച്ഛന്റെ കൂടെ ഗാന്ധിജി ആദ്യമായിട്ട് ഉപ്പു സത്യാഗ്രഹത്തിന് പോകുമ്പോ ഞാനന്ന് 9. അല്ല, എനിക്കന്ന് 9 വയസ്സെന്ന്. താങ്കളുടെ അച്ഛന്റെ കൂടെ ഗാന്ധിജി വന്നു? ശരിയായിരിക്കും, അല്ലാതെ മൂപ്പർക്ക് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. എന്റെ ജീവിതത്തില് ഞാൻ ഇതുവരെ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തില് ഇതുപോലൊരു നുണ ഞാൻ കേട്ടിട്ടുമില്ല. അതെ, ഇത് കേക്ക്. അങ്ങനെ എന്റെ അച്ഛൻ ഗാന്ധിജി, വല്ലഭായി, താഞ്ചാത്തോപ്പി, അങ്ങനെ എല്ലാരും കൂടി ഉപ്പു സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ പോവുക. അങ്ങനെ ഉപ്പുപാടത്ത് കാലുകുത്തലും എന്റെ അച്ഛൻ കുഴഞ്ഞങ്ങോട്ട് വീണു. അതെന്ത് പറ്റി? എന്റെ അച്ഛന് ഭയങ്കര BP ആണല്ലോ, ഉപ്പ് തീരെ പറ്റൂല. ഈ സമയത്താണ് ഗാന്ധിജി കയറി അങ്ങ് സ്കോർ ചെയ്തത്. എന്റെ പൊന്നേ, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളല്ലാട്ടോ. ഇത് തന്നെയാ എല്ലാരും പറയുന്നത്. പിന്നെ ഞാൻ എവിടെ നിൽക്കേണ്ടതാ? വല്ല പാറമടയിലും പോയി നിൽക്കണം. എന്നിട്ട് ഈ നുണയൊക്കെ അങ്ങ് പറയണം. പാറ തന്നെ പൊട്ടിത്തെറിച്ചങ്ങ് പൊക്കോളും. അതെ, ബ്രിട്ടീഷുകാർ പോലും ഇത്ര വലിയ വെടി പൊട്ടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പറയരുത്.
ബ്രിട്ടീഷുകാര് മിഷ്യൻ കണ്ണ് വെച്ച് എന്റെ അച്ഛനെ തലങ്ങും വിലങ്ങും വെടിവെച്ചതാ. അയ്യോ, എന്നിട്ട് ചത്തില്ലേ? അതല്ലേ രസം. എന്റെ അച്ഛൻ ദേഹമാസകലും എണ്ണയും തേച്ച് കുളിക്കാൻ നിൽക്കുന്ന സമയമായിരുന്നു. കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ സ്ലിപ്പായി പോയില്ലേ. അയ്യോ, ഇങ്ങേരെ പോലെ ഒരു പുളുവടി വീരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോളെ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്താ പുളുവടി വീരൻ നിന്റെ അച്ഛൻ. ദേ, എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. എടി, അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ ഇല്ലാത്തത് പറഞ്ഞ പുള്ളിക്കാർക്ക് ദേഷ്യം വരില്ലേ? ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കങ്ങോട്ട്. ഇയാളെ ഞാൻ ഇന്ന് അരുത്, അക്രമം കാണിക്കരുത്. പ്രസംഗിക്കട്ടെ. ഹലോ 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 ഹലോ, ഇത് നിയമസഭയല്ല. മോളെ സൂക്ഷിച്ചു നിന്നോട്ടോ, ചിലപ്പോ പുള്ളി മേത്തേക്ക് എടുത്ത് ചാടും. കണ്ടില്ലേ, ഇവരെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റൂ. അങ്ങനെ പറയരുത്. ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഞാനും എന്റെ പാർട്ടിക്കാരുമാ. അത് ശരി, ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി തോന്നിയാസം കാണിച്ചിട്ട് നിന്ന് വീരവാദം മുഴക്കുന്ന. അങ്ങനെ പറയല്ലേ. കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന 10 വ്യവസായ സ്ഥാപനങ്ങളാണ് എന്റെ ചേട്ടമ്പിള ഉണ്ടാക്കിയിട്ട് കൊടുത്തത്. അറിയാമോ നിങ്ങൾക്ക്? ആണോ? എന്നിട്ട് ആ മഹാനായ മനുഷ്യൻ ഇപ്പൊ എവിടെയുണ്ട്? പറയൂ. ആമാശയത്തിൽ ലിപ്സ്റ്റിക് അടിഞ്ഞു കൂട്ടിയിട്ടേ ഇപ്പൊ ICU കിടക്കുക. ആണോ? വെരി ഗുഡ്. ഇങ്ങനെ ചർച്ച നീണ്ടുകൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗെയിം തരാൻ പോവുകയാണ്. അതിൽ വിജയിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളാണ്. ഓക്കെ? ആദ്യമായി സുശീലിനോടാണ് ചോദ്യം. നിങ്ങൾ ഈ നാടിന്റെ മുഖ്യമന്ത്രിയായെന്ന് വിചാരിക്കുക. വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാല് മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക. കണ്ടോ, തിന്നോയില്ല തീറ്റിക്കോയില്ല, പിന്നെ ഞാൻ എന്നെ ചെയ്യാന്. ശരിയാ, നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. മറ്റ് രാജ്യങ്ങളിലെ റോഡൊക്കെ ഒന്ന് കാണണം, പാവിരിച്ച് കിടക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകളോ? അതേ പായല് പൊതിഞ്ഞെടുക്കാം. അതെ, ഇവിടെ ഇരുന്നോണ്ട് കേരളത്തിനെ ഇന്ത്യയെ ഒന്നും അങ്ങനെ കുറ്റം പറയണ്ട. അമേരിക്ക 600 കോടിക്ക് ചെയ്ത കാര്യം നമ്മൾ ഇവിടെ 400 കോടിക്ക് ചെയ്തില്ലേ? എന്ത് കാര്യം? മംഗൾയാന് ചൊവ്വയിലേക്ക് എത്തിച്ചില്ലേ? ആരുടെ അളിയന്? അളിയനല്ല, മംഗൾയാൻ. ഓ, ഇപ്പോഴാ മനസ്സിലായ. മോള് പറഞ്ഞ ഈ മംഗളിയാന് പകരം അവിടെ പോകേണ്ടത് ആരായിരുന്നെന്നറിയാവോ? പറയൂ, ആരാണ് പോകേണ്ടത്? ഞാൻ. അയ്യേടാ, എന്നിട്ട് എന്താ പോകാഞ്ഞത്? എന്റെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് മക്കള് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി. ഈ മംഗൾയാൻ ചൊവ്വയിൽ പോയി സെൽഫി എടുത്ത് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അയച്ചു തന്നില്ലേ? എന്നിട്ടത് ആര് കണ്ട്? ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിന്ന് 6 ക്ലിപ്പ് ഇറങ്ങിയിട്ട് അത് കാണാത്തവരും ഷെയർ ചെയ്യാത്തവരുമായിട്ട് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. അറിയോ നിങ്ങക്ക്? 6 ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് 5 കിട്ടിയുള്ളൂ. ഈ 6ാമത്തെ യാക്കടയിലുണ്ടാ. ഓടേർക്കാടുന്ന് പണ്ട് ഇതുപോലെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഒരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി മിണ്ടിയാൽ തന്നെ ഞാൻ കൊല്ലും. ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാർട്ടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീണ്ട മനുഷ്യ ചങ്ങല പിടിക്കാൻ പോണത്. ആ ചങ്ങല പിടിക്കുമ്പോ ഒന്ന് പറയണേ. അതെന്തിനാ? ഒരു 11 kV ലൈൻ എടുത്തിട്ട് ആ ചങ്ങലയുടെ ഏതെങ്കിലും ഒരറ്റത്ത് മുട്ടിക്കാനാ. ഒറ്റയടിക്കെല്ലാം അങ്ങ് തീർന്നോളൂല്ലോ. എനിക്ക് ഈ പഴഞ്ച സമരമുറകളോട് താല്പര്യമില്ല. മോക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഒരു പുതിയ സമരം നടത്താം. എന്ത് സമരം? ചുംബന സമരം. അയ്യേ, ഞാനെങ്ങും ഇല്ല. അതെന്താ? കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞങ്ങളുടെ പാർട്ടിക്കാർ ഓടി നടന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുക. പിന്നെ ഞാൻ എന്തിനാന്ന് വേണ്ടെന്ന് വെക്കണേ? ശരിക്കും മറൈൻ ഡ്രൈവിൽ ചുംബിക്കാൻ വന്നത് 5 പേരാ. ഇത് കാണാൻ വന്നവരാണ് ഈ 50,000 പേര്. ഇതൊക്കെ അമേരിക്കയിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ സമരത്തിൽ 50,000 പേര് ചുംബിക്കാനും 5 പേര് കാണാനും വന്നേനെ. എങ്കിലും 5 പേരും മലയാളികളായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. പ്രിയ പ്രേക്ഷകരെ, ഒരുപാട് സമരങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മലയാളികൾ മറ്റൊരു സമരമുറ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. അതെന്നെ ഇടപെടായി പറഞ്ഞേ. ഞങ്ങക്ക് സമ്മാനം തരാന്ന് പറഞ്ഞ് ഇത്ര നേരം ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ഗുഡ് ബൈ എന്നോ? എന്ന് ശരിയാവില്ല. ഞങ്ങക്ക് സമ്മാനം തരാതെ ഇവിടുന്ന് പോക്കണക്കിലോട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. ക്ഷമിക്കണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്മാനം തരാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങക്ക് സമ്മാനം തരാന്ന് പറഞ്ഞ ഞങ്ങൾ ഇത്ര നേരം പിടിച്ചിരുത്തിയത്? ഇയാക്കടെ നാക്ക് നുണ പറയാൻ മാത്രമാണോ പൊങ്ങുള്ളൂ? എന്തെങ്കിലും ഒന്ന് പറയണോ? ഞാൻ സമ്മാനമോഹിയല്ല. ഇവരോട് കളിക്കണ പോലെ എന്നോട് കളിക്കേക്കണ്ടേട്ടാ. മര്യാദയ്ക്ക് സമ്മാനം എടുത്ത വിവരം അറിയും. പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. എനിക്ക് സമ്മാനം തന്നില്ലെങ്കിൽ എന്റെ പഴയ പ്രസംഗം ഞാൻ പുറത്തെടുക്കും. താൻ സമ്മാനം തരുന്നോ അതോ ഞാൻ പ്രസംഗിക്കണോ?
അയ്യോ അത് വേണ്ട. ഈ കാര്യത്തിലെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതെ അതെ ആ അതാ എനിക്കും പറയാനുള്ളത്. സമ്മാനം താടോ. ഇങ്ങോട്ട് എടുക്കണം. അയ്യോ ഇത് പ്ലീസ്. സമ്മാനം എടുക്കാനാ പറഞ്ഞു. അയ്യോ എടുക്കണ സമ്മാനം. അല്ല പിന്നെ നിർത്തു, ഞാനൊന്ന് പറയട്ടെ. ഇത്രയും നേരം ഞാൻ സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമ്മാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ? പിന്നെ വിഷമം തോന്നാതിരിക്കോ? ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ അത് സമ്മാനം, നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ പറയുമ്പോൾ അത് വാഗ്ദാനം. ഗുഡ് ബൈ.